സ്നേഹ വന്ദനങ്ങളെ ഇന്ന് രാത്രികാലം അറിയിക്കുന്നു. ഈ പ്രത്യേകാലം മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ആ, പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ ഗാനശുശ്രൂഷയിൽ ഇത്രത്തോളം നമ്മെ ലീഡ് ചെയ്ത് നയിച്ച പ്രിയ ദേവദാസി, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ ഡൽഹിയിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ഹിന്ദി സഭയുടെ ശുശ്രൂഷയിൽ ഇവിടെ ആയിരിക്കുന്നു. കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് ഡൽഹിയിൽ കുടുംബത്തോടൊപ്പം ആയിരിക്കുന്നു. സൗത്ത് ഡൽഹിയിൽ താമസിക്കുന്നു. നിങ്ങളെ ഒരു കാണുവാനും നിങ്ങളുടെ മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വന്ദനത്തെ ചൊല്ലുന്നു. അല്പസമയങ്ങൾ നാം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് സങ്കീർത്തന പുസ്തകം 139 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സാംസ് ചാപ്റ്റർ 139 വേഴ്സസ് 5. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: നീ മുമ്പും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. നീ മുമ്പും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ കൈയെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച്, ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അൺസീൻ ഹാൻഡ് ഓഫ് ഗോഡ്, അദൃശ്യ കരം നമ്മെ നയിക്കുന്നു. ചേർന്ന് പറഞ്ഞാട്ട് ദൈവത്തിൻ്റെ അദൃശ്യ കരം ദൈവം എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ആമേൻ. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് റാൻഡ്. അതൊരു ക്രമരഹിതമായ ജീവിതമല്ല, അത് ഒരു പോയിന്റ്ലെസ് ജീവിതമല്ല, ഒരു അർത്ഥശൂന്യമായ ജീവിതമല്ല. ചേർന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം അർത്ഥശൂന്യമായ ജീവിതമല്ല. എൻ്റെ ജീവിതത്തിലെ കാലതാമസം എന്ന് പറയുന്നത് ശാശ്വതമല്ല. ഡിലേ ഈസ് നോട്ട് പെർമനൻറ്റ്. ദൈവം പ്രാർത്ഥനകൾ കേൾക്കുകയും അതിന് ഉത്തരമരുളുകയും ചെയ്യുന്ന ചില സമയങ്ങളിൽ കാലതാമസം നേരിട്ടാലും കാലതാമസം അത് റിജക്ഷൻ അല്ല. ദൈവം പ്രാർത്ഥന അത് ഉത്തരം അരുളില്ല എന്നല്ല. ഡിലേ ഈസ് ലീഡിങ് us into a greater revelation or greater blessing. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ സ്റ്റോറി ഈസ് നോട്ട് ഓവർ. നമ്മുടെ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ദൈവം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടില്ല. നമ്മൾ ജീവിതത്തിൽ ആരംഭിച്ചതായ പ്രവൃത്തി ദൈവം ക്രിസ്തുവിൻ്റെ നാൾ വരെയും അത് പൂർത്തീകരിക്കും എന്നാണ് ഇന്ന് രാത്രികാലം ദൈവം നമ്മോട് ഓർപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു അദൃശ്യമായ കരം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ദർ ഇസ് ആൻ അൺസീൻ ഹാൻഡ് ഓഫ് ഗോഡ്. ഒരു ദയാലുവായ കരം, ഒരു ശക്തമായ കരം, ഒരു സഹായം തരുന്നതായ കരം, അനുഗ്രഹിക്കുന്നതായ ഒരു കരം, ഭാവി രൂപപ്പെടുത്തുന്നതായ ഒരു കൈ. അവൻ ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് നാം കാണുന്നത് എ ഗ്രേഷ്യസ് ഹാൻഡ്, എ പവർഫുൾ ഹാൻഡ്, ഡെലിവറിങ് ഹാൻഡ്, എ ബ്ലെസ്സിങ് ഹാൻഡ് ആൻഡ് ഡെസ്റ്റിനി ഷേപ്പിംഗ്. നമ്മുടെ ഭാവി രൂപപ്പെടുത്തുന്നതായ ദൈവത്തിൻ്റെ കരങ്ങൾ. അതാണ് ദൈവത്തിന് വചനം സങ്കീർത്തനം 139:5 നാം വായിച്ചത്. നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേട്ടെ, നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ ഹല്ലേലൂയ, അനുഗ്രഹം തരുന്നതായ ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ ദൈവം വച്ചിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരം നിങ്ങളുടെ ഹല്ലേലൂയ പുറകിൽ നിങ്ങളെ താങ്ങുവാനായിട്ട്, ഹല്ലേലൂയ പുതിയ സ്ഥലങ്ങളിലേക്ക് നയിക്കുവാനായിട്ട്? പുറപ്പാട് പുസ്തകം 13:3 നാം വായിക്കുന്നു, അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവിൻ. യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് വിടുവിച്ചു. യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. അപ്പം ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് അവരുടെ കഴിവുകൊണ്ടല്ല. മോശ എന്താണ് അവിടെ പറയുന്നത്? ദൈവത്തിൻ്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 41:10 നാം വായിക്കുന്നത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പം ദൈവത്തിൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ദൈവം നമ്മെ താങ്ങുന്ന ദൈവമാണ്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ പ്രവാസ കാലത്തിന് ശേഷം എസ്രയുടെയും നെഹമ്യാവിൻ്റെയും ആ കാലത്തും ദൈവത്തിൻ്റെ കരുണയുള്ള കരം നമ്മുടെ മേൽ ഉണ്ടായിരുന്നു എന്ന് അവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എസ്രയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, തൻ്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കാൽ.
അതുപോലെ തന്നെ നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലും വായിക്കുന്നു, അവർ എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിൻ്റെ മതിലിലും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനു വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിൻ്റെ അവിടെ കാണുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നു. യെസറയുടെ പുസ്തകത്തിലും നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും അത് ചേർത്ത് പറയുകയാണ്, ദൈവത്തിൻ്റെ കൈയാണ്. ആമേൻ. അപ്പം ദൈവത്തെ നമുക്ക് കാണാൻ കഴിയാത്തപ്പോഴും ദൈവത്തിൻ്റെ കരം നമ്മളെ നയിക്കുന്നു. ആമേൻ. ദ അൺസീൻ ഹാൻഡ് ഓഫ് ഗോഡ് ഈസ് ലീഡിങ് അസ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തെ ഹല്ലേലൂയ നമുക്ക് മുഖാമുഖമായി കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ കരം, ഈ എസ്രയുടെ പുസ്തകത്തിൽ നിന്ന് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് നാം കേട്ടതുപോലെ ദൈവത്തിൻ്റെ കരം നമ്മളെ നയിക്കുന്നു. ആളുകൾ നമ്മളെ നിരസിക്കുമ്പോഴും റിജക്റ്റ് ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ കരം എന്ത് ചെയ്യുന്നു? ദാറ്റ് ഗീവ്സ് എ സെക്യൂർ പ്ലേസ്. ആ കരം അപ്പോഴും നമ്മളെ എന്ത് ചെയ്യുന്നു? സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു. വാതിലുകൾ അടയുമ്പോഴും ദൈവം എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി വാതിലുകൾ തുറന്ന് നമ്മുടെ വഴി തിരിച്ച് വിടുന്ന ദൈവം. അപ്പോൾ നാം രഹസ്യമായി കരയുന്ന സമയങ്ങളിലും നമ്മുടെ വിടുതലിന് വേണ്ടിയിട്ട് ദൈവം ഹല്ലേലൂയ എന്ത് ചെയ്യുന്നതാണ്? അദൃശ്യമായ കരം നമ്മുടെ മേൽ വെളിപ്പെടുത്തി നമുക്ക് വേണ്ടിയിട്ട് പുതിയ വഴികൾ തുറക്കുന്ന ദൈവം. ഇന്ന് രാത്രികാലം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ വിഷയത്തിൻ്റെ മേൽ പെട്ടെന്ന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. നിങ്ങൾ ഹല്ലേലൂയ വീഴാതെ വണ്ണം നിങ്ങളെ താങ്ങുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഒരു കരം നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട്. ഹല്ലേലൂയ. ആളുകൾ നിങ്ങളെ നിരസിച്ചാലും ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്നതായ ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ കരം എപ്പോഴും തന്നിൽ ആശ്രയിക്കുന്നതായ തൻ്റെ മക്കളുടെ മേൽ ഉണ്ട് എന്ന് ഇന്ന് രാത്രികാലം ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു. വാതിൽ അടയുമ്പോഴും നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കുവാനായിട്ട് യാക്കോബ് തൻ്റെ ഹല്ലേലൂയ വീട്ടിൽ നിന്ന് കടന്നു പോകുന്ന സമയത്ത് താൻ മരുഭൂമിയിൽ ഏകനായിരിക്കുമ്പോഴും ഒരു സ്റ്റോൺ താൻ പില്ലോ ആയിട്ട് വെച്ച് കിടന്ന് ഉറങ്ങുന്നതായ സമയത്ത് ദൈവം സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്ന് തന്നോട് സംസാരിച്ച് തന്നെ വീണ്ടും ധൈര്യപ്പെടുത്തുകയാണ്. ആ ദൈവം ഹല്ലേലൂയ അദൃശ്യ കരങ്ങളുമായി നമ്മോടൊപ്പം വന്ന് നമുക്ക് വേണ്ടിയിട്ട് വാതിലുകൾ അടഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ വാതിലുകൾ തുറക്കുവാനായിട്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാണുന്നതായ മിറക്കിൾസിനെ മാത്രമേ നാം സ്വീകരിക്കാറുള്ളൂ. അതിന് മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തികളെന്ന് നാം കാണാറുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് അത് നാം നമ്മുടെ കണ്ണിന് മുമ്പാകെ കാണാത്ത ചില കാര്യങ്ങൾ നമ്മളെ ഇപ്പം യേശു പത്രോസിനോട് പറയുന്നുണ്ട്, ഗോതമ്പ് പോലെ നിന്നെ പാറ്റുവാനായിട്ട് സാത്താൻ പല പ്രാവശ്യം ശ്രമിച്ചപ്പോഴും എന്ത് ചെയ്തു? ഞാൻ അതിനെ തടഞ്ഞു. ആ ദൈവത്തിൻ്റെ അദൃശ്യമായ കരമാണ് നമ്മുടെ മേൽ ഉണ്ട് എന്ന് ഇന്ന് രാത്രികാലം ഓർത്തുക. ആമേൻ. അപ്പം ഒരു വിത്ത് നാം മണ്ണിന് അടിയിൽ ഇട്ട് കഴിയുമ്പോൾ അതൊരു വൃക്ഷമായി പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ വേരുകൾ എന്ത് ചെയ്യുന്നു? മണ്ണിൽ വളരുന്നു. അപ്പോൾ ഒരു ചൈൽഡ് ബർത്ത് നാം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഒരു കുഞ്ഞിൻ്റെ ജനനം നാം ആഘോഷിക്കുന്നതിന് മുമ്പ് അതൊരു ഗർഭപാത്രത്തിൽ അത് രൂപപ്പെടുന്നു. അപ്പോൾ പരസ്യമായിട്ടൊരു കാര്യം പ്രകടമാകുന്നതിന് മുമ്പ്, റിവീൽ ആകുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്യുന്നു? രഹസ്യമായ സ്ഥലങ്ങളിൽ വിജയങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഉത്തരം ലഭിക്കുവാനായിട്ട് കാലതാമസം നേരിട്ടാലും ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ തീർന്നിട്ടില്ല. ദൈവം ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ദൈവം. തക്ക സമയത്ത് നാം എക്ലേസ്യ സഹോപദേശക്ക് അതിൻ്റെ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദർ ഇസ് എ ടൈം ഫോർ എവറിത്തിങ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ കറക്റ്റ് സമയത്ത് ദൈവം നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നതായ ദൈവമാണ്. അപ്പം യോസഫ് വിചാരിച്ചത് തൻ്റെ സഹോദരന്മാർ തന്നെ ഉപേക്ഷിച്ചതാണെന്ന് വിചാരിച്ചു. മോശ വിചാരിച്ചത് താൻ വെറും ആടുകളെ മേയ്ക്കുകയായിരുന്നെന്ന്. എന്നിട്ട് ദാവീദും വിചാരിച്ചത് താൻ്റെ സഹോദരന്മാർക്ക് ലഞ്ചും കൊണ്ട് പോവുകയാണെന്ന്. ശൗല് വിചാരിച്ചത് താൻ അപ്പൻ്റെ കഴുതുകളെ അന്വേഷിച്ച് വരികയാണെന്ന്. എസ്തേർ വിചാരിച്ചത് എന്താണ്? ഞാനൊരു ബ്യൂട്ടി കണ്ടസ്റ്റിൽ, ഒരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുകയാണെന്ന്. ആ ഒരു ബ്ലൈൻഡ് അന്ധനായ വ്യക്തി എന്താണ് കരുതിയത്? താൻ ജനനം മുതൽ തന്നെ ശപിക്കപ്പെട്ടവനായിരുന്നു ബൈബിൾ വായിക്കുമ്പോൾ. എന്നാൽ അവരുടെ എല്ലാം ഡെസ്റ്റിനി ചേഞ്ച് ആകുകയാണ്. യോസഫ് തൻ്റെ സഹോദരന്മാർ തന്നെ തിരസ്കരിച്ചു എന്ന് വിചാരിക്കുന്നതിൽ അവൻ്റെ ഡെസ്റ്റിനി എന്ത് ചെയ്യുന്നു? അത് അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല.
ഗോഡ് ഹാസ് സ്റ്റാർട്ടഡ് എ ഗുഡ് വർക്ക് ഇൻ അവർ ലൈഫ്സ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാകും. ദൈവത്തിൻ്റെ കരം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മോശ വിചാരിച്ചതുപോലെ, മോശ ആടുകളെ മേയ്പ്പാനായിട്ട്, അമ്മായിപ്പൻ്റെ ആടുകളെ മേയ്പ്പാനായിട്ട് നിന്ന സാധാരണ ഒരു ദിവസത്തിലാണ് തൻ്റെ ഡെസ്റ്റിനി മാറുന്നത്. അതുപോലെ ദാവീദും തൻ്റെ സഹോദരന്മാർക്ക് ഭക്ഷണം കൊണ്ട് പോകുമ്പോഴാണ് തൻ്റെ ഡെസ്റ്റിനി അവിടെ ചേഞ്ച് ആകുന്നത്. അതുപോലെ ചില നോർമൽ ഇൻസിഡൻസിൽ, ചില സാധാരണ നിങ്ങൾ ചിലപ്പോൾ നടന്നു പോകുമ്പോഴായിരിക്കും ഒരു പുതിയ ആളിനെ കണ്ടുമുട്ടുന്നത്. തന്നിലൂടെ ഒരു പുതിയ ബ്രേക്ക് ത്രൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിന് മേൽ, അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു ഡെസ്റ്റിനി ചേഞ്ച് ചിലപ്പോൾ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഇൻസിഡൻറ്റിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു മീറ്റിങ്ങിലൂടെ ആയിരിക്കും. ഏത് സമയത്താണ് ദൈവം തൻ്റെ കരം നമ്മുടെ മേൽ വെളിപ്പെടുത്തി ഈ യോസഫിൻ്റെ ഡെസ്റ്റിനി മാറ്റിയതുപോലെ, മോശയുടെ ഡെസ്റ്റിനി മാറ്റിയതുപോലെ, ദാവീദിൻ്റെ ഡെസ്റ്റിനിയെ മാറ്റിയതുപോലെ, ശൗലിൻ്റെ ഡെസ്റ്റിനിയെ മാറ്റിയതുപോലെ, എസ്തേറിൻ്റെ ഡെസ്റ്റിനിയെ മാറ്റിയതുപോലെ, അന്തൻ്റെ ജീവിതം മാറ്റിമറിച്ചതുപോലെ. അപ്പം നമ്മുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ പോരാട്ടം എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് എ പ്രിപ്പറേഷൻ. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വേദനകൾ എന്ന് പറയുന്നത് അത് നമ്മുടെ സ്ഥാന നിർണയത്തിന് വേണ്ടിയിട്ടാണ്. അത് ഗോഡ് ഈസ് പൊസിഷനിങ് എസ് ഫോർ എ ന്യൂ ഡെസ്റ്റിനി. ഒരു പുതിയ തലത്തിലേക്ക് ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? സ്ഥാന നിർണയം ചെയ്യുകയാണ്. അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായ പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതിയിലേക്ക്, വലിയ ഒരു ഹല്ലേലൂയ ഡെസ്റ്റിനി ചേഞ്ചിലേക്ക് ദൈവം നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. നമ്മുടെ ബാറ്റിൽസ് എന്ന് പറയുന്നത്, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ബർത്തിങ് എ ഡെസ്റ്റിനി. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യത്തിന് വേണ്ടിയിട്ട്, ഒരു വലിയ ദൈവത്തിൻ്റെ ചലനത്തിന് വേണ്ടിയിട്ട് ദൈവം നമ്മെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അപ്പം ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ദ ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കരം എന്ന് പറയുന്നത് അദൃശ്യ കരം. അപ്പം ദൈവം തൻ്റെ മകൾക്ക് നൽകുന്ന ഒരു ഡിവൈൻ അഡ്വാൻറ്റേജ് ആണ് ഈ അദൃശ്യ കരം എന്ന് പറയുന്നത്. നാം ദൈവത്തിൻ്റെ കരം നമ്മുടെ കണ്ണിന് മുമ്പാകെ കാണുന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ കരം നമ്മുടെ പിറകിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട്, ഈ കതകുകൾ, നമുക്ക് വാതിലുകൾ തുറക്കാൻ സാധ്യതയില്ലാത്ത മേഖലകളിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടിയിട്ട് വാതിലുകൾ തുറന്ന് വരുന്നു. ആമേൻ. അപ്പം ശത്രുക്കൾ നമ്മെ തകർക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ കൈ അവിടെ വന്നിട്ട് നമ്മളെ അവരുടെ മധ്യേ ഉയർത്തുന്നു. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്നതായ ദൈവമാണ്. ഏലിയാവിനെ പോറ്റുവാനായിട്ട് ദൈവം ആരുടെ ടെറിട്ടറിയിലേക്കാണ്? ഇസബേലിൻ്റെ ടെറിട്ടറിയിലേക്കാണ്, ആ ഏരിയയിലേക്കാണ് ഏലിയാവിനെ കൊണ്ടുപോയിട്ട് അവിടെ സാരഫാത്തിൽ വിധവയുടെ വീട്ടിൽ പോഷിപ്പിക്കുന്നത്. അപ്പോൾ ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ചില ഡിവൈൻ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പം നമുക്ക് ലഭിക്കാൻ സാധ്യമല്ല എന്ന് തോന്നുന്ന സപ്ലൈകൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ അദൃശ്യകരം. നാം ചിലപ്പോൾ അറിയാത്ത മേഖലകളിൽ നിന്ന്, അറിയാത്ത സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ആമേൻ. നമുക്ക് ജീവിതത്തിൽ അപകടങ്ങൾ നേരിടുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മെ ദൈവം എന്ത് ചെയ്യുന്നു? തൻ്റെ അദൃശ്യ കരങ്ങൾ കൊണ്ട് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആമേൻ. നോക്കി, നമ്മുടെ ജീവിതത്തിലെ ഭാവി എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ, പശ്ചാത്തലമോ, അല്ലെങ്കിൽ നമ്മുടെ സോഴ്സസോ ഒന്നുമല്ല. ബട്ട് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അദൃശ്യ കരമാണ് നമ്മളെ വഴി നടത്തി, നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് നമ്മളെ വഴി നടത്തുവാനായിട്ട് ശക്തനായ ഒരു ദൈവത്തിൻ്റെ കരം നമ്മോടുണ്ട് എന്ന് ഇന്ന് രാത്രികാലം ചിന്തിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, നമ്മുടെ ആ ലോവസ്റ്റ് സീസണിലും ഏറ്റവും താഴ്ന്ന മണ്ഡലങ്ങളിലും ദൈവം തൻ്റെ അദൃശ്യ കരം കൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. അവിടെ നാം വായിക്കുന്നത്, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലോ അവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവനിൽ
വെളിപ്പെടേണ്ടതിന് തന്നെ എന്ന് പറയുന്നു. അപ്പം ശിഷ്യന്മാര് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഈ കുരുടന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു ശിക്ഷയെ കുറിച്ചാണ് കാണുന്നത്, പണിഷ്മെന്റിനെ കുറിച്ചാണ് കാണുന്നത്. എന്നാൽ ദൈവം എന്താണ് കാണുന്നത്? ഒരു പർപ്പസ് ആണ് കാണുന്നത്. അവന്റെ കണ്ണ് കുരുടാകാനായിട്ട് there is a purpose. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളുടെയും പുറകിൽ എന്തുണ്ട്? ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈവൻ നാം ഒരു രോഗത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാലും അതിൻ്റെ പുറകിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നാം ഒരു സാമ്പത്തിക നന്മ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നവർ നമുക്ക് പുറമേ ഉള്ളതായ ജീവിതം നോക്കി നമ്മെ വിലയിരുത്തുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്? ഗോഡ് സീ അവർ ഫ്യൂച്ചർ. ദൈവം നമ്മുടെ ഭാവിയാണ് കാണുന്നത്. ആമേൻ. അപ്പം ദൈവം നമ്മുടെ ഫ്യൂച്ചറിനെ കണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ ആരാഞ്ഞ് അറിയുന്നതായ ദൈവം, ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അപ്പം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിവീൽ ഹിസ് ഗ്ലോറി. ദൈവം അതിലൂടെ ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ അന്ധനായ വ്യക്തി ആ ജന്മനാ കുരുടനായ ഒരു വ്യക്തി, താൻ കുട്ടികൾ കളിക്കുന്നതിൻ്റെ സൗണ്ട് അവൻ കേൾക്കുന്നു, പക്ഷേ അവരെ ഒരിക്കലും കാണുവാനായിട്ട് അവന് കഴിഞ്ഞിട്ടില്ല. ആളുകൾ സൂര്യൻ ഉദിക്കുന്നതിനെ അസ്തമിക്കുന്നതിനെ കുറിച്ച് അവനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവനൊരിക്കലും അവൻ്റെ കണ്ണിന് മുമ്പിൽ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവർ സാധാരണ ജീവിതം നയിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവൻ എല്ലാ ദിവസവും ഇരുട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പം പല മണ്ഡലങ്ങളെക്കുറിച്ചും പല മേഖലകളെക്കുറിച്ചും നാം കേൾക്കുന്നുണ്ട്, എങ്കിൽ അനുഭവിക്കാൻ കഴിയാത്തതായ നിലകളിലായിരിക്കുമ്പോൾ, എന്നാൽ യേശു നമ്മളെ കാണുന്നു. നമ്മളെ കാണുന്ന ഒരു യേശു ഉണ്ടെന്ന് അതിൻ്റെ 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. അപ്പം ഈ കുരുടൻ യേശുവിനെ കാണുകയല്ല, മറ്റുള്ളവർ ഈ കുരുടനെ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയല്ല, എന്നാൽ യേശു എന്ത് ചെയ്യുന്നു? യേശു ഈ കുരുടനെ കണ്ടു. അപ്പം യേശു നമ്മളെ കാണുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. ആമേൻ. നമുക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിയെ അറിയാം. എന്നാൽ പ്രധാനമന്ത്രി നമ്മളെ അറിയാന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമാണ്, അല്ല. അതുപോലെയാണ് ദൈവം നമ്മെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ, ദൈവം നമ്മെ കാണുമ്പോൾ. ആമേൻ. അപ്പം യോസഫിൻ്റെ ആ പ്രസണം എന്ന് പറയുന്നത് അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയതുപോലെ, ദാവീദിൻ്റെ ആ മരുഭൂമി എന്ന് പറയുന്നത് അവനെ സിംഹാസനത്തിലേക്ക് കൊണ്ടുപോയതുപോലെ, ഇസ്രായേലിൻ്റെ ആ അടിമത്വം അവരെ എന്ത് ചെയ്യുന്നു? അവർ വലിയ വിടുതലായിട്ട് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയതുപോലെ, ചിലപ്പം അസാധാരണമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ ചിന്തിക്കാത്തതായ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അപ്പം അങ്ങനെ ഒരു വഴിത്തിരിവ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു? ദൈവം ഹി വാണ്ട്സ് ഗ്ലോറി. ദൈവത്തിന് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ മഹിമപ്പെടുത്തുന്നവർ ആയിത്തീരണം. നാം നമ്മുടെ ജീവിതത്തിൽ വെൻ വി ടേക്ക് ദി ഗ്ലോറി, വെൻ വി ടേക്ക് ദി അഡ്വാൻറ്റേജ്, അപ്പോഴാണ് ബാബേൽ ഗോപുര നിർമ്മാണം പോലെ എന്ത് ചെയ്യുന്നത്? ദൈവം നശിപ്പിക്കുവാനായിട്ട് തുടങ്ങുന്നത്. എന്നാൽ ദൈവം കാണുമ്പോൾ, ദൈവം വഴി തുറക്കുമ്പോൾ, ദൈവത്തിന് മഹിമ കിട്ടുവാൻ വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ അവിടെ നാമം മഹിമപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. അപ്പം ഇന്ന് രാത്രികാലം ദൈവം നമ്മോട് ഈ വാക്യത്തിലൂടെ പറയുന്നത്, നമ്മൾ അങ്ങനെയുള്ള ഈ കുരുടനെ പോലെ, ജന്മന അന്ധനായ ഈ കുരുടനെ പോലെ, വെൻ വി ആർ ഫൈറ്റിംഗ് ഹിഡൻ ബാറ്റിൽസ്, മറ്റുള്ളവർ കാണാതെ നാം ഹൃദയത്തിൻ്റെ അകത്ത് നാം ആയിരിക്കുന്നതായ ആ വേദനകളെ, നമ്മുടെ ഡിപ്രഷൻസ്, വിഷാദങ്ങൾ, ഡിസപ്പോയിൻമെൻറ്റ്സ്, റിജക്ഷൻസ്, അതുപോലെ തന്നെ ബിട്രയൽ, വഞ്ചന, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ, ഉത്തരം ലഭിക്കാത്തതായ പ്രാർത്ഥനകൾ, ഇങ്ങനെ പല രീതിയിലുള്ളതായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നു. അപ്പം ആ സമയത്ത് സാത്താൻ നമ്മുടെ ചെവിയിൽ എന്താ പറയുന്നത്? ഗോഡ് ഹാസ് ഫോർഗോട്ടൺ യു. ദൈവം നിങ്ങളെ മറന്നുപോയെന്ന്. നാം സാധാരണ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമ്പോൾ നാം ഒക്കെയും ചിന്തിക്കുന്ന നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്, ദൈവം മറ്റുള്ളവരുടെ പ്രാർത്ഥന കേൾക്കുന്നു, ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു, എന്നാൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അത് പറഞ്ഞ് നാം പലപ്പോഴും പിന്മാറി പോകാറുണ്ട്. നമ്മൾ അസുഖം വരുമ്പോൾ പെട്ടെന്ന് ചിന്ത വരുന്നത് എന്താണ്? ഐ വിൽ നോട്ട് ഗെറ്റ് ഹീൽഡ്. എനിക്ക് ഇതിൽ നിന്നൊരു സൗഖ്യം ലഭിക്കുകയില്ല. എൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങളെല്ലാം കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളാണ്, പ്രതികൂലങ്ങളാണ്. എന്നാൽ
ദൈവം എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയിട്ട്. എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാലും അതിനെ ഹല്ലേലൂയ ദൈവം മാറ്റി ജീവിതത്തിൽ സൗഖ്യം പകരുന്നതായി ദൈവം. സാമ്പത്തിക പ്രയാസങ്ങളെ മാറ്റി സാമ്പത്തിക നന്മകൾ പ്രദാനം ചെയ്യുന്നത് ദൈവം. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും അത് ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും അത് ദൈവത്തിൻ്റെ ഹല്ലേലൂയ പദ്ധതികൾ വെളിപ്പെടുവാൻ വേണ്ടിയിട്ട് ദൈവം തയ്യാറാക്കുന്നതായ നിമിഷങ്ങൾ എന്നറിഞ്ഞ് ശക്തമായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ശക്തമായിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 25, 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസും ശീലാസും ജയിലിലായിരുന്നപ്പോൾ അവര് പരാതി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തെങ്കിലും എന്ത് ഞങ്ങളെ ജയിലിൽ കിടക്കേണ്ടതായ ദൈവം കൈവിട്ടു എന്ന് പറഞ്ഞ് അവിടെ നിരാശരായിട്ട് മറ്റുള്ളവരെ പഴിചാരുവാനല്ല, എന്നാൽ അതിൻ്റെ മധ്യേ അന്ധകാരത്തിൽ ഇരുട്ടിൽ രാത്രിയിൽ എന്ത് ചെയ്യാനായിട്ട് അവർ ആരാധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു. അതുപോലെ ഇന്ന് രാത്രികാലം നാം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നാം ജീവിതത്തിൽ ഡിലേയ്സ് ഉണ്ടാവുമ്പോൾ ദൈവത്തെ പഴിചാരുവാനല്ല, മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുന്നില്ല, മറ്റുള്ളവരെ ദൈവം സൗഖ്യമാക്കുന്നു, എന്നെ സൗഖ്യമാക്കുന്നില്ല, ദൈവം എന്നെ കൈവിട്ടു എന്ന് പറയുവാനല്ല. ദൈവം ഒരു മനുഷ്യരെയും കൈവിടുന്ന ദൈവമല്ല. ഓരോ മനുഷ്യരെയും ദൈവത്തിൻ്റെ വചനം പറയുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്ത് ചെയ്യുന്നു? പേര് ചൊല്ലി നമ്മെ വിളിച്ചിരിക്കുന്നു. ഈവൻ ബിഫോർ അവർ ബർത്ത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ ഈവൻ ബിഫോർ ദ ക്രിയേഷൻ, ഈ സൃഷ്ടി വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു? ദൈവം സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം തൻ്റെ പുസ്തകത്തിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഓരോ മനുഷ്യനെയും ദൈവം ഓരോ ഡിസൈനിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മീറ്റിങ്ങിൽ ആയിരിക്കുന്നതായ 44 പേരും 44 ഡിസൈൻസ് ആണ്. ആമേൻ. ആരും നോ വൺ റിസംബിൾസ് ദി അതർ. മറ്റുള്ളവരെ പോലെ ആരും ആയിരിക്കുന്നില്ല. എല്ലാ മനുഷ്യരെയും ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതാണ്. എല്ലാ മനുഷ്യരെയും ദൈവം ജനിക്കുന്നതിന് മുമ്പ് പേര് ഇട്ടതാണ്. നമ്മുടെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. ദൈവം ഒരു മനുഷ്യനെയും കൈവിടുകയില്ല. ദൈവം ഒരു വ്യക്തിയുടെ മാത്രം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ല, ദൈവം എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതായ ദൈവമാണ്. ആമേൻ. ദൈവം ആരും കൈവിടത്തില്ല. ഡോക്ടർ പറയുന്നതല്ല ദൈവം ചെയ്യുന്നത്. ഡോക്ടർ പറയും നിന്റെ കിഡ്നി ഫെയിലാണെന്ന്. ആമേൻ. എന്നാൽ ദൈവം പറയുന്നു, ആമേൻ, സകലവും സൃഷ്ടിച്ചിരിക്കുന്നത് ഞാനാകുന്നു. ആമേൻ. ദൈവം എല്ലാ റിപ്പോർട്ടുകളും മാറ്റിമറിക്കും. ഞങ്ങളുടെ ചർച്ചിൽ ഒരു 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 കുഞ്ഞ് 7 ഇയർ ഓൾഡ് ബോയ്, അവൻ്റെ കിഡ്നി ഇതുപോലെ ഫെയിലായി. കിഡ്നി ഫെയിലായിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ശരിയാകത്തില്ല എന്ന് ഡോക്ടർ വിധി എഴുതി. അവന് യൂറിൻ പാസ് ചെയ്യത്തില്ല, അവൻ്റെ കിഡ്നി ശരിയാകത്തില്ല, ഇത് ട്രീറ്റ് ചെയ്താലേ ശരിയാകത്തുള്ളൂ എന്നുള്ള നിലയിൽ ഡോക്ടർ വന്നു. ഞാൻ സഹോദരന്മാരായിട്ട് ആ ഹോസ്പിറ്റലിൽ പൈതലിനെ കാണാനായിട്ട് ആ മുറിയിലേക്ക് ഹോസ്പിറ്റൽ റൂമിലേക്ക് ജസ്റ്റ് കാല് വെച്ചതേ ഉള്ളൂ. കാല് വെച്ചപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ആ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ബാത്റൂമിലേക്ക് പോയി. അപ്പം നെക്സ്റ്റ് ഡേയിൽ അവൻ കംപ്ലീറ്റ് ഹീലായിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്തു? ഡിസ്ചാർജ് ആയി വീട്ടിലും പോയി ഇന്നും നല്ല ആരോഗ്യമുള്ള പൈതലായിട്ട് ഇരിക്കുന്നു. അപ്പം ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടും ഡോക്ടർ പറയുന്ന വിധിയല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവമാണ്. ഹീ മാനേജസ് എവരിത്തിങ്, ഹീ കൺട്രോൾസ് എവരിത്തിങ്. ദൈവമാണ് എല്ലാം എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. ആമേൻ. ഈവൻ മെഡിസിൻ കൊണ്ടുപോലും മരുന്ന് കൊണ്ടുപോലും സൗഖ്യമാകാത്തതായ അസുഖമാണ് ബൈപോളാർ ഡിസോർഡർ. മാനസിക രോഗം, ബൈപോളാർ ഡിസോർഡർ. എന്നാൽ ഞങ്ങളുടെ ചർച്ചിൽ കഴിഞ്ഞ മാസം വന്ന ഒരു ചെറുപ്പക്കാരന്, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നതായ ഒരു പൈതൽ, ഇതിൽ ഒരു പ്രാർത്ഥനയിൽ തന്നെ അവന് പെർമനൻ്റ് ആയിട്ട് സൗഖ്യം ലഭിച്ചു. ഇപ്പം ഒരു മാസത്തിന് മുകളിലായിട്ട് അവൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ദർ ഇസ് നോ ഇഷ്യൂ അറ്റ് ആൾ. നേരത്തെ കോളേജിൽ പോകാൻ കഴിയാത്തവൻ ഇപ്പോൾ റെഗുലറായിട്ട് കോളേജിൽ പോകുന്നു. അപ്പോൾ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ അദൃശ്യമായ കരം ഓരോരുത്തരെയും വഴി നടത്തുന്നു. ദൈവത്തിൻ്റെ അദൃശ്യകരം നമ്മുടെ പുറകിലുണ്ട്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നാം ഹല്ലേലൂയ. നിരാശപ്പെടുവാനല്ല. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവം നമ്മോട് പറയുന്നത് ആമേൻ. അപ്പം പുറപ്പാട് പുസ്തകത്തിൽ നാം വായിച്ച വാക്യത്തിൽ നാം കണ്ടു, ഫറവോൻ ഇസ്രായേൽ മക്കളോട് ദയ കാണിച്ചത് കൊണ്ടല്ല അവര് അവിടെ നിന്ന് പോയത്.
അത് ദൈവത്തിന്റെ കരം അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ദൈവത്തിന്റെ കൈ ഇടപെട്ടത് കൊണ്ടാണ് അവര് അവിടെ നിന്ന് പോയത്. ആമേൻ. അപ്പൊ ഈ യോസഫിന് ഒന്നിന് പുറകെ ഒന്നായിട്ട് പല പ്രശ്നങ്ങൾ നേരിട്ട് വന്നു. അവരുടെ സഹോദരന്മാര് അവനെ ഒറ്റപ്പെടുത്തി, ബിട്രേഡ് ബൈ ബ്രദേഴ്സ്, അവനെ അടിമത്തത്തിൽ വിട്ടു, വ്യാജമായിട്ട് അവൻ്റെ മേൽ ആരോപണം ഉണ്ടായിട്ട് അവനെ ജയിലിൽ ഇട്ടുകയുണ്ടായി. ജയിലിൽ അവനെ പറ്റി മറന്നുപോയി. എന്നിരുന്നാലും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7:9-10 നാം ഇപ്രകാരം വായിക്കുന്നു: ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്നു സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ചേർന്ന് പറഞ്ഞാട്ട്, ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. അപ്പം ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും നമ്മെ ദൈവം വിടുവിക്കുന്നു. അവിടെ കാണുന്നത് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവൻ അവനെ മിസ്രയീമിനും തൻ്റെ സർവ്വഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. അവിടെ കാണുന്നത് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ കൈ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു ഡിവൈൻ നോളജാണ്, ദൈവിക ജ്ഞാനമാണ് ദൈവം എന്ത് ചെയ്യുന്നത്, നമുക്ക് തരുന്നത്. ആ ഡിവൈൻ നോളജ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നാം ചില സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോഴും നാം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിന് കടന്നു പോകുമ്പോഴും നമുക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ദൈവം അതിനു മുമ്പേ ഏഞ്ചൽസിനെ അയച്ച്, സ്വർഗ്ഗദൂതന്മാരെ അയച്ച് നമുക്ക് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. ചില ബിസിനസ് മേഖലകളിൽ ദൈവം ശക്തമായിട്ട് ഇടപെട്ട് എന്ത് ചെയ്യുന്നു? ഈവൻ ദൈവത്തിൻ്റെ ആ അദൃശ്യമായ കരം, ദൈവത്തിൻ്റെ ആ പ്രസൻസ്, വെൻ വി സ്റ്റാർട്ട് ഒബേയിങ് ഗോഡ്, നാം ദൈവത്തിൻ്റെ ആ വചനങ്ങൾ അനുസരിക്കുവാനായിട്ട് നാം തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. പത്രോസിൻ്റെ ഓഫീസിൽ ദൈവം യേശു കടന്നു ചെന്നപ്പോൾ അവിടെ പത്രോസിൻ്റെ ബിസിനസ് വളരെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പത്രോസ് രാത്രി മുഴുവൻ പ്രൊഡക്ഷൻ ചെയ്തെങ്കിലും തൻ്റെ ബിസിനസ് എന്ത് ചെയ്യുന്നു? പ്രോഡക്ട്സ് ഒന്നും കിട്ടുന്നില്ല. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇല്ല. രാത്രി മുഴുവൻ വല വീശിയെങ്കിലും മത്സ്യം തനിക്ക് ലഭിക്കുന്നില്ല. എന്നാൽ യേശുവിൻ്റെ ഒരു വാക്ക് കേൾക്കുവാനായിട്ട് താൻ തയ്യാറായപ്പോൾ ആ യേശുവിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്തു? അവൻ്റെ ബിസിനസ് മേഖലകൾ മാറിയാണ്. അവിടെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ബിസിനസ് എന്ത് ചെയ്യുന്നു? അത് പ്രോഫിറ്റിലേക്ക് മാറും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നഷ്ടത്തിൽ ഓടുന്നതായ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നത് ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റിലേക്ക്, ലാഭത്തിലേക്ക്, പുതിയ പുതിയ പ്രോഡക്റ്റുകൾ, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്നതായ ദൈവം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മുമ്പാകെ നിങ്ങളുടെ ബിസിനസ്സിനെ വർദ്ധിപ്പിച്ച് ദൈവം അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന വർഷമാണ് 2026. ഇപ്പം ദൈവത്തിൻ്റെ അദൃശ്യ കരം നമ്മുടെ മേലുള്ളപ്പോൾ അത് എനിമീസ് കനോട്ട് സ്റ്റോപ്പ് അസ്, ശത്രുക്കൾക്ക് അത് തടയുവാനായിട്ട് സാധ്യമല്ല. ഒരു ജയിലുകൾക്ക് നമ്മളെ അവിടെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. ഡിലേയ്സിന് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഡിലേയ്സ് കനോട്ട് ഡിസ്ട്രോയസ്, കാലതാമസങ്ങൾ നമ്മെ നശിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ചേർന്ന് പറഞ്ഞാട്ട്, ഒരു ശത്രുവിനും എൻ്റെ അനുഗ്രഹത്തെ തടയുവാനായിട്ട് സാധ്യമല്ല. ഒരു ജയിലിനും ഒരു അടഞ്ഞു കിടക്കുന്നതായ അവസരങ്ങൾക്ക് എന്നെ അവിടെ പരിമിതപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. കാലതാമസങ്ങൾക്ക്, ഡിലേ എന്നെ നശിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല. ഒരു മന്ത്രവാദത്തിനും എന്നെ നശിപ്പിക്കുവാനായിട്ട്, എന്നെ ശപിക്കുവാനായിട്ട് സാധ്യമല്ല. നോ വെപ്പൺ ഫോംഡ് അഗൻസ്റ്റ് മീ ഷാൽ പ്രോസ്പർ. എനിക്കെതിരായി വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല, ഒരു ശാപവും ഫലിക്കുകയില്ല. ഒരു ജാദുടോണോ, ഒരു മന്ത്രവാദത്തിനും എന്നെ നശിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല. ഇന്ന് രാത്രികാലം ചേർന്ന് പറഞ്ഞാട്ട് ഒരു ഓപ്പോണൻറ്റിനും, ഒരു പ്രതിപക്ഷത്തിനും, ഓപ്പോസിഷൻസിനും നമ്മുടെ ഫ്യൂച്ചറിനെ ക്യാൻസൽ ചെയ്യുവാനായിട്ട് സാധ്യമല്ല. മനുഷ്യൻ്റെ പ്ലാനല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, ദൈവത്തിൻ്റെ പ്ലാനാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വ്യക്തിയെ ശപിക്കുവാനായിട്ട് ഒരു മനുഷ്യനും സാധ്യമല്ല. ചേർന്ന് പറഞ്ഞാട്ട്, ദൈവം അനുഗ്രഹിക്കുന്നതായ ഒരു വ്യക്തിയെ ശപിക്കുവാനായിട്ട് ഒരു മനുഷ്യന് സാധ്യം. അതുകൊണ്ടാണ് ബിലയാം പറഞ്ഞത്, ദൈവം അനുഗ്രഹിച്ചതിനെ മനുഷ്യനെ ശപിക്കുവാനായിട്ട് കഴിയേയില്ല. അവനെ എക്സ്ട്രാ ഫീസ് കൊടുത്ത് അവനെ ശപിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ബിലയാം എന്താ പറയുന്നത്? ദൈവം അനുഗ്രഹിച്ച ഒരു കൂട്ടത്തെ എനിക്ക് ശപിക്കുവാനായിട്ട് സാധ്യമല്ല. അതാണ് ഇന്ന് രാത്രികാലം ദൈവം നമ്മോട് പറയുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിങ്ങളുടെ മേൽ യാതൊരു ശാപവും ഭരിക്കുകയില്ല. ഒരു സീഡ് നമ്മൾ മണ്ണിനകത്തിട്ട് കഴിഞ്ഞാൽ അത് ചത്തുപോയതായിട്ടാണ്, അത് അവസാനിച്ചതായിട്ടാണ് തോന്നുന്നത്. കാരണം കുറേ നാളത്തേക്ക് ആ ഒരു വിത്തിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിക്കുകയില്ല. ബട്ട് വെൻ ഇറ്റ് ഈസ് ഇൻസൈഡ്, സം പ്രോസസ് ഈസ് ഹാപ്പനിങ്.
എന്നാൽ ആ വിത്ത് മണ്ണിന് അകത്ത് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ചില പ്രോസസ്സുകൾ നടക്കുകയാണ്. അവിടെ എന്ത് ചെയ്യുന്നു? അത് ഒരു വലിയ വൃക്ഷമായിട്ട്. അതുപോലെതാണ് യോസേഫിനെ പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോൾ സഹോദരന്മാർ വിചാരിച്ചത് എല്ലാം അവസാനിച്ചു എന്ന്. എന്നാൽ എന്ത് ചെയ്യുന്നു? ദൈവം അവനെ ഒരു വൃക്ഷത്തെ പോലെ അവൻ വലിയൊരു വൃക്ഷമായിട്ട് പുറത്തു വന്നു. അപ്പം ദൈവം ഇന്ന് രാത്രികാലം നമ്മൾ പറയുന്നു, യു ആർ നോട്ട് ബറീഡ് ബട്ട് യു ആർ പ്ലാന്റഡ്. നിങ്ങൾ ഹല്ലേലൂയ കുഴിച്ചിടപ്പെടുകയല്ല, എന്നാൽ ദൈവം നിങ്ങളെ എന്ത് ചെയ്യുന്നു? അവിടെ നടുകയാണ് ചെയ്തത്. വലിയൊരു വൃക്ഷമായിട്ട് പുറത്തു വരും. എന്നിലൂടെ ഹല്ലേലൂയ അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കും. ആറ്റിരത്ത് നട്ടിരിക്കുന്നതും തക്കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷങ്ങൾ. ചേർന്ന് പറയുമ്പോൾ, ഞാൻ ആറ്റിരത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം. നദിക്കരികെ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് ഇന്ന് ഹല്ലേലൂയ ഈ ശബ്ദത്തെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രികാലം ദൈവം നമ്മോട് പറയുന്നു. ആമേൻ. യു വിൽ ബി ഫ്രൂട്ട്ഫുൾ ത്രൂ ഔട്ട് ദി ഇയർ, ത്രൂ ഔട്ട് യുവർ ലൈഫ്. നിങ്ങളുടെ ഹല്ലേലൂയ ജീവിതം മുഴുവൻ ഫലവത്തായിരിക്കും. ഇത്രയും നാൾ ഹല്ലേലൂയ ഫലം കണ്ടില്ലെങ്കിൽ വിശ്വസിക്കുക, ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം ഫലം തരുവാൻ പോവുകയാണ്, സൗഖ്യം തരാൻ പോവുകയാണ്, അനുഗ്രഹങ്ങൾ തരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് അനുഗ്രഹമാണ്. ജീസസ് കെയിം ടു ഗീവ് us ലൈഫ് ആൻഡ് അബണ്ടന്റ് ലൈഫ്. ദൈവം എന്തിനു വേണ്ടിയാണ് വന്നത്? ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. ആമേൻ. വെറും ജീവനല്ല, സമൃദ്ധമായ ജീവൻ. വെറും അനുഗ്രഹമല്ല, സമൃദ്ധമായ ജീവിതം. ആമേൻ. അപ്പം യേശു പറഞ്ഞത്, ഞാൻ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനാണ് യേശു വന്നതെന്നാണ് ഒരിടത്ത് യേശു പറയുന്നത്. ദരിദ്രരോടുള്ള സുവിശേഷം എന്ത് പറയുന്നത്? ദരിദ്രർക്ക് വേണ്ടത് സ്വർഗരാജ്യമല്ല, ദരിദ്രർക്ക് വേണ്ടത് പാർക്കുവാനായിട്ട് വീടും കഴിക്കാൻ ഭക്ഷണവും ധരിക്കാൻ വസ്ത്രവുമാണ് ദരിദ്രരായവർക്ക് വേണ്ടത്. യേശു പറഞ്ഞത്, ഞാൻ അത് തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ സ്വർഗരാജ്യം മാത്രമല്ല, ഹെവൻ മാത്രമല്ല, എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായ സകലവും ദൈവം എന്ത് ചെയ്യുന്നു? നൽകി തരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഗോഡ് യൂസസ് ഓർഡിനറി മൊമെന്റ്സ് ടു ക്രിയേറ്റ് എക്സ്ട്രാ ഓർഡിനറി ഡെസ്റ്റിനി. ചില ചെറുതായിട്ടുള്ളതായ സംഗതികൾ, ചെറുതായിട്ടുള്ളതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ ബ്രേക്ക് ത്രൂവിന് വേണ്ടിയിട്ട് ദൈവം ഒരുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ ചിലപ്പോൾ നടന്നു പോകുന്ന വഴിക്കായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ വരുന്നത്. ഒരു വ്യക്തിയെ കണ്ടുമുട്ടും. ആ ഒരു വ്യക്തിയായിരിക്കും നിങ്ങളെ ഒരു പുതിയ ജോബിലേക്ക്, പുതിയൊരു ഓഫീസിലേക്ക്, ഒരു പുതിയ ബിസിനസ്സിലേക്ക്, പുതിയ ഒരു കൺട്രിയിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. ആമേൻ. അവൻ ദൈവവചനത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ദൈവം ദുഷ്ടന്മാരുടെ സമ്പത്ത് പോലും എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പം മറ്റുള്ളവർ, ഡ്യൂട്രോണമിയിൽ നാം വായിക്കുന്നത്, നാം പണിയാത്ത വീട്ടിലും കുഴിക്കാത്ത കിണറിൽ നിന്നും നട്ടുപിടിപ്പിക്കാത്ത വൃക്ഷങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഫലം കഴിക്കുകയും, നമ്മൾ ഉണ്ടാക്കാത്ത വീട്ടിൽ എന്ത് ചെയ്യുന്നു? നാം അതിനെ അവിടെ താമസിക്കുന്നു, അങ്ങനെയുള്ള പട്ടണങ്ങളിൽ താമസിക്കുന്നു. വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം. 1 ശമൂവേൽ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വായിക്കുന്നത്, ഇശ്ശായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടു ചെന്ന് കൊടുക്കുക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ശൗലും അവരും ഇസ്രായേലൊക്കെയും ഏലാ താഴ്വരയിൽ ഫിലിസ്ത്യരെ യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അഴുതുകാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടേച്ച് ഇശ്ശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തുകൊണ്ട് ചെന്ന് കൈനിലയിൽ എത്തിയപ്പോൾ സൈന്യം പടയ്ക്ക് ആർത്തു വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. അപ്പം ദാവീദ് എന്ത് ചെയ്യുന്നു? ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടി പോകുന്നതല്ല. അതിനെക്കുറിച്ച് ദാവീദിന് അറിയത്തുമില്ലായിരുന്നു. ദാവീദ് ബ്രെഡും ചീസും പാക്ക് ചെയ്തുകൊണ്ട് സഹോദരന്മാരുടെ അടുത്തേക്ക് പോകുന്നു. അപ്പം ദാവീദ് വിചാരിച്ചത് എന്താണ്? ഞാൻ ജസ്റ്റ് അപ്പന ബ്രദേഴ്സിന് എന്ത് ചെയ്യുന്നു? ഫുഡുമായിട്ട്, ലഞ്ചുമായിട്ട് പോകുന്നു, ടിഫിനായിട്ട് പോകുന്നു. എന്നാൽ ആ ദാവീദ് അങ്ങനെ ആ ഫുഡും കൊണ്ട്, ബ്രെഡും ചീസും കൊണ്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം എന്താണ്, ആ അദൃശ്യ കരം എന്താണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്? അവനെ സിംഹാസനത്തിൽ എങ്ങനെ ഇരുത്താം, അവനൊരു രാജാവായിട്ട് എങ്ങനെ അഭിഷേകം ചെയ്യാം, അവൻ്റെ ഡെസ്റ്റിനി എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ് ദൈവത്തിൻ്റെ ആ സമയത്തുള്ളതായ പ്ലാന്. ആമേൻ. ഇതുപോലാണ് ഒരു അദൃശ്യമായ കരം. ആമേൻ. ഇന്ന് നാം കേൾക്കുന്ന വചനം, ദ അൺസീൻ ഹാൻഡ് ഓഫ് ഗോഡ്. അദൃശ്യമായ കരം ഈ ലെവലിലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ആമേൻ. മോശെ വിചാരിച്ചത് എന്താണ്? താൻ നോർമൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും രാവിലെ ആടിന് മേയ്ക്കാൻ പോകുന്ന കണക്ക് അന്ന് രാവിലെ ആടിന് മേയ്ക്കുവാനായിട്ട് ഇറങ്ങിയതാണ്. തൻ്റെ ഡെസ്റ്റിനി ചേഞ്ച് ആകുന്ന ഒരിക്കലും താൻ വിചാരിച്ചില്ല.
ഓർഡിനറി മൊമെന്റ്, സാധാരണമായ ഒരു ദിവസം. ശൗല് അപ്പന്റെ കഴുതയും അന്വേഷിച്ചുകൊണ്ട് സാധാരണ പോകുന്ന കണക്ക് ഇറങ്ങിയതാണ്. താന് അവിടെ രാജാവാകുന്നുള്ള ചിന്ത അവന് തന്നെ കഴുത അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ തൻ്റെ മനസ്സിലൊന്നും വന്നില്ല. അപ്പം എസ്ഥേർ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അവിടെ തൻ്റെ ഭാവി അവിടെ ചേഞ്ച് ആകാൻ പോവുകയാണെന്ന് തനിക്ക് അങ്ങനെ ഒരു വിചാരമേ ഇല്ലായിരുന്നു. ആ വയലിൽ കാല പെറുക്കുവാനായിട്ട് രൂത്ത് പോയപ്പോൾ അവിടെ വീണ് കിടക്കുന്നതായ വിത്തുകൾ, ഈ ഗ്രെയിൻസ് പറക്കുമ്പോൾ അവൾ ഒരിക്കലും വിചാരിച്ചില്ല അവളുടെ ഡെസ്റ്റിനി ചേഞ്ചായി യേശുക്രിസ്തുവിൻ്റെ ആ വംശാവലിയിലും കയറി പറ്റുമെന്ന്. അപ്പം വിശ്വസിക്കുക, സാധാരണ നിമിഷങ്ങൾ ദൈവം അസാധാരണമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു. ഒരു ചെറിയ ഫോൺ കോള് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, ആമേ, ചിലപ്പോൾ ഈ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങിലായിരിക്കും ദൈവം നിങ്ങളുടെ ഡെസ്റ്റിനി ചേഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങിലായിരിക്കും. ഇൻ വൺ മീറ്റിംഗ് യുവർ ഡെസ്റ്റിനി വിൽ ബി ചേഞ്ച്ഡ്. ആമേ. ഒരു 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 പ്രയർ സർവീസിലോ അല്ലെങ്കിൽ വേറൊരാളായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ, ആമേ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ആക്ട് ഓഫ് ഒബീഡിയൻസിൽ നമ്മൾ ദൈവവചനം അനുസരിക്കുവാനായിട്ട് ചിലപ്പോൾ തയ്യാറാകുന്ന ആ സമയങ്ങളിൽ സാധാരണ നിമിഷങ്ങളെ ഒരിക്കലും കുറച്ച് കാണരുത്. ചേർന്ന് പറഞ്ഞാട്ട് സാധാരണ നിമിഷങ്ങളെ ഒരിക്കലും കുറച്ച് കാണിക്കരുത്. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സാധാരണമായി തോന്നും. എന്നാൽ ചിലപ്പോൾ ആ മീറ്റിങ്ങിലായിരിക്കും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കും നമുക്ക് സാധാരണമായിട്ട് തോന്നും, പക്ഷേ ആ ഒരു കോൺവെർസേഷനിലായിരിക്കും ഒരു ബ്രേക്ക് ത്രൂ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പം ചെറിയ തുടക്കങ്ങൾ. സെഖര്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10 പറയുന്നത്, അല്പ കാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു, സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അപ്പൊ ചെറിയ കാര്യങ്ങളെ എന്ത് ചെയ്യരുത്, തുച്ഛീകരിക്കരുത് എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ യോർദാൻ നദി അവർക്കൊരു ചെറിയ അരിവായിട്ടാണ് അവിടെ തുടങ്ങിയത്. ഡേവിഡിന്റെ കയ്യിലുണ്ടായിരുന്നത് ആ സ്ലിംഗ് ഷോട്ട് അവന് വെറും നിസ്സാരമായിട്ടാണ് തോന്നിയത്. മോശയുടെ കയ്യിൽ ഒരു വടിയേ ഉണ്ടായിരുന്നുള്ളൂ. അവന് വെറും നിസ്സാരമായിട്ട് സാധാരണ കൊണ്ടു നടക്കുന്ന ഒരു വടിയായിട്ടാണ് കൊണ്ടുപോയത്. ആ ഒരു കുട്ടിയുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്ന അവനെന്നും കൊണ്ടുവരുന്ന കണക്ക് അവൻ്റെ ടിഫിനും പാക്ക് ചെയ്ത് വന്ന അവൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബ്രെഡും ഫിഷ് ഫ്രൈയും കൂടെ ഇത്ര പേർക്ക് ഹല്ലേലൂയ പോഷിപ്പിക്കാനായിട്ട് കഴിയുമെന്ന്. ആമേൻ. तो നമ്മുടെ സാധാരണമായ ഒരു സീസൺ, ആമേൻ, ഒരു അമാനുഷിക സീസണായിട്ട് മാറുകയാണ്. ആമേൻ. വിശ്വസിക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്നു. യെശയ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായം പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം മൂലം നമുക്ക് എന്ത് പോയിരുന്നത്, യേശുവിന് ആ ക്രൂശ് മരണം ഒരു തോൽവിയായിട്ട് ആ സമയത്ത് അനുഭവപ്പെട്ടെങ്കിലും, ആ സമയത്ത് നരകം അവിടെ ആഘോഷങ്ങൾ ഉണ്ടാക്കിയെങ്കിലും, ഭൂതങ്ങൾ അവിടെ സന്തോഷിച്ചെങ്കിലും, ശിഷ്യന്മാരവിടെ കരഞ്ഞെങ്കിലും, എന്നാൽ അവിടെ ഹല്ലേലൂയ പരാജയമല്ല, എന്നാൽ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു വിജയമാണ്. അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ എന്ത് ചെയ്യുന്നു, യെശയ്യാവിന്റെ പുസ്തകം 53-ൽ കാണുന്നത് പോലെ നാം അതൊരു വലിയ വിക്ടറിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ആ ബറിയൽ പ്ലേസ്, ആ ശവകുടീരം അവന് അവസാനമായിരുന്നില്ല. അവൻ്റെ കുരിശ് ഒരു പരാജയമായിരുന്നില്ല ഒരിക്കലും. ആ ഫ്രൈഡേ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ലാസ്റ്റ് ഫ്രൈഡേ ആയിരുന്നില്ല. ഫ്രൈഡേ വന്ന് എപ്പോഴും വിശ്വസിക്കുക, ദർ ഇസ് എ സൺഡേ ഈസ് കമ്മിങ്. ആമേൻ. ആ ദുഃഖമുള്ളതായ സമയം വരുമ്പോൾ ഒരു ഹല്ലേലൂയ ഡെലിവറൻസിൻ്റെ സമയവും എപ്പോഴും വരുന്നു. അസുഖം വന്നു കഴിഞ്ഞാൽ എപ്പോഴും വിശ്വസിക്കുക, യു വിൽ ഗെറ്റ് ഹീൽഡ്. ദൈവം തൻ്റെ വചനം അയച്ച് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഹീസ് യഹോവ രാഫ. ആമേൻ. ഇപ്പോൾ വിശ്വസിക്കുക, അസുഖം വരുമ്പോൾ എപ്പോഴും ഇതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നു എന്നല്ല, ദർ ഇസ് എ ഹീലർ. ആമേൻ. ഡോക്ടർ സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞാലും വിശ്വസിക്കുക, ദർ ഇസ് എ ഗോഡ് ഹു കൺട്രോൾസ് എവറിത്തിങ്, ഹു ചേഞ്ച് ദ റിപ്പോർട്ട്. ആമേൻ. എല്ലാ മേഖലകളും നമുക്ക് വേണ്ടിയിട്ട് തൻ്റെ അദൃശ്യമായ കരത്തെ 139-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം തുടക്കത്തിൽ വായിച്ചതുപോലെ, നീ എൻ്റെ മേൽ കൈ വെച്ചിരിക്കുന്നു. ആമേൻ. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ചേർന്ന് പറഞ്ഞാട്ട്, യഹോവയുടെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ആമേൻ. അപ്പം ആളുകൾ ശപിച്ചാൽ എന്ത് ചെയ്യുന്നു, അത് ശാപം നമ്മുടെ മേൽ ഏൽക്കുകയില്ല, ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ്.
അപ്പോൾ ആളുകൾ നമ്മളെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ദൈവം എന്ത് ചെയ്യുന്നു? നമ്മളെ ചൂസ് ചെയ്ത് നമ്മളെ തിരഞ്ഞെടുത്ത് ഭാഗ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ആളുകൾ നമ്മളെക്കുറിച്ച് പരാജയങ്ങൾ പറഞ്ഞാലും സ്വർഗം ആണ് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. ആമേൻ. ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായിട്ട് ബാലാക്ക് ബിലയാമിന് കൂലി കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാലും ദൈവമക്കളെ ശപിക്കുവാനായിട്ട് ഒരു ഹല്ലേലൂയ മന്ത്രവാദിക്കും സാധ്യമല്ല. ഒരു ജാദൂട്ടോണ, ഒരു ഹല്ലേലൂയ മന്ത്രവാദവും നമ്മുടെ മേൽ ഏൽക്കുകയില്ല. കാരണം ദൈവം നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞു. യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവ അറിയുന്നു. അപ്പം നമ്മളെക്കുറിച്ച് യഹോവയുടെ പ്ലാൻ എന്ന് പറയുന്നത് നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അവൻ നല്ല ലെവലിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, സൗഖ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സ്കൂളുകളിൽ നല്ല കോളേജുകളിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഈ കൺട്രിയെ നിയന്ത്രിക്കുന്നവരായിട്ട്, ഹല്ലേലൂയ, ഒരു ക്ലർക്കായിട്ട് ജോലി ചെയ്യാനായിട്ടല്ല, എന്നാൽ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നവരായിട്ട് പ്രവാചകന്മാരായി അഭിഷിക്തന്മാരായി തീരുവാനാണ് ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരും തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപങ്ങൾ എന്താണെന്ന് ഞാൻ അറിയുന്നു, യഹോവ അറിയുന്നു. അതാണ് ദൈവത്തിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ കവനന്റ്. ആ ദൈവത്തിൻ്റെ ആ ഉടമ്പടി നമ്മുടെ മേലുള്ളത് എന്ന് പറയുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം സ്ഥാപിക്കുമ്പോൾ അത് നരകത്തിന് തിരിച്ചെടുക്കുവാനായിട്ട് സാധ്യമല്ല. ചേർന്ന് പറഞ്ഞാട്ട്, ദൈവം എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം പകരുവാനായിട്ട് തുടങ്ങുമ്പോൾ അതൊരു സിസ്റ്റത്തിനോ, ഒരു ഗവൺമെൻറ്റിനോ, ഒരു നരകത്തിനോ, ഒരു സാത്താനോ, ഒരു വ്യക്തിക്കോ അതിനെ തടയുവാനായിട്ട് സാധ്യമല്ല. ആമേൻ. ജീവിതത്തിൽ ഹല്ലേലൂയ വിജയം പ്രാപിക്കാൻ വേണ്ടി മാത്രമായിട്ട് വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. ആമേൻ. അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, വിജയത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോഴും പറഞ്ഞത്, നിങ്ങൾ പെറ്റുപെരുകി വർദ്ധിക്കുക, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അബ്രഹാമിനോട് സെയിം തന്നെ ദൈവം പറഞ്ഞു, മൾട്ടിപ്ലൈ. യാക്കോബിന് താൻ നിരാശനായിട്ട് ഭവനത്തിൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ ഏകനായിരിക്കുമ്പോഴും ദൈവം സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്ന് അവനോട് പറയുകയാണ്, യു ഹാവ് ടു മൾട്ടിപ്ലൈ. നീ ഇങ്ങനെ തനിയെ ഇരിക്കുവാനായിട്ടല്ല, നീ പെറ്റു പെരുകി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഭൂമിയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ജനിപ്പിച്ചത്, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. ആമേൻ. അപ്പോൾ നമ്മളെ ദൈവം സൃഷ്ടി, അതുകൊണ്ടാണ് ജലപ്രളയത്തിന് ശേഷം നോഹയോടും ദൈവം സെയിം തന്നെ റിമൈൻഡ് ചെയ്തത്, യു ഹാവ് ടു റീപ്ലെനിഷ് ആൻഡ് യു ഹാവ് ടു മൾട്ടിപ്ലൈ. അപ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, സക്സസ്സിന് വേണ്ടിയിട്ട്, വിജയത്തിന് വേണ്ടിയിട്ട്, വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നല്ല ഫ്യൂച്ചർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ ദൈവത്തിൻ്റെ അദൃശ്യ കരം നമ്മുടെ മേലുണ്ടെങ്കിൽ, ആ നെഹമ്യാവ് ചെയ്തതുപോലെ, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ നെഹമ്യാവിനെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ, ഹി വാസ് നോട്ട് എ ബിൽഡർ. അവനൊരു ബിൽഡിംഗ് പണിയുന്ന ഒരു മേസ്തിരി അല്ല, ഒരു കോൺട്രാക്ടറും അല്ലായിരുന്നു. തനിക്ക് ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയും ഇല്ലായിരുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇപ്പം അവിടെ കാണുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നുണ്ട്, രാജാവ് എനിക്ക് അത് തന്നു. അപ്പോഴും നെഹമ്യാവ് ഒരു ബിൽഡർ അല്ലായിരുന്നിട്ടും, ബിൽഡിംഗ് പണിയുന്നത് എനിക്ക് അറിയത്തില്ലെന്ന് ഉണ്ടായിരിക്കും, എന്നിട്ട് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കരം അവനോട് കൂടി ഇരുന്നുണ്ട്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസം, നേരത്തെ പോട്ട നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ വിദ്യാഭ്യാസം ഒന്നുമല്ല നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അദൃശ്യ കരം നമ്മളെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ട് ചെല്ലും. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ അദൃശ്യകരം എന്നെ ഹല്ലേലൂയ ഉയർന്ന തലങ്ങളിലേക്ക്, നെക്സ്റ്റ് ലെവലിലേക്ക്, ചിന്തിക്കുന്നതിനും ഉപരിയായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? സൂപ്പർ നാച്ചുറൽ ഫേവർ നമ്മുടെ മേൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചില സമയങ്ങളിൽ 126-ാം സങ്കീർത്തനത്തിൽ കാണുന്നത് പോലെ, സ്വപ്നം കണ്ടവരെ പോലെ നാം ഹല്ലേലൂയ ആയി എന്ന് സാക്ഷ്യം പറയുന്നത്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആ വചനം നമ്മുടെ മേൽ ദൈവം റിലീസ് ചെയ്യാണ്. ഞാൻ സ്വപ്നം കണ്ടവനെ പോലെ ആയി, സ്വപ്നം കണ്ടവനെ പോലെ ആയി എന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആ സൂപ്പർ നാച്ചുറൽ ഹല്ലേലൂയ ഹാൻഡ് ആക്സിലറേഷൻ, ദൈവത്തിൻ്റെ ആ സൂപ്പർ നാച്ചുറൽ ആക്സിലറേഷൻ, ചേർന്ന് പറഞ്ഞാട്ട്, ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ ആക്സിലറേഷൻ ദൈവം എൻ്റെ മേൽ പകരുന്നു. അത് ഡിലേ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ, സാധാരണ നിലയിൽ നാം ഒരു ഹൗസിംഗ് ലോൺ എടുത്തു കഴിഞ്ഞാൽ 20 ഇയേഴ്സിന് 15 ഇയേഴ്സിന് എടുക്കുന്നു. അത് നാച്ചുറലാണ്, എല്ലാവരും ലോൺ എടുക്കുന്നു. അത് EMI, മന്ത്ലി EMI ആയിട്ട് എന്ത് ചെയ്യുന്നു?
അടയ്ക്കുന്നു. 15 ഇയേഴ്സ്, 20 ഇയേഴ്സ്, അല്ലെങ്കിൽ 10 ഇയേഴ്സ്, അല്ലെങ്കിൽ 25 ഇയേഴ്സ് അവരുടെ ഏജ് അനുസരിച്ച് കിട്ടുന്ന ലോൺ അനുസരിച്ച് ത്രൂ ഔട്ട് ദ ഇയർ അവർ അടയ്ക്കുന്നു. എന്നാൽ സൂപ്പർ നാച്ചുറൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, സൂപ്പർ നാച്ചുറൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? 20 വർഷം കൊണ്ട് നാം അടയ്ക്കേണ്ടത് ലോണ് നാം 5 വർഷം കൊണ്ട് ഫിനിഷ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ദൈവം ചെയ്യുന്നത്. അങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ ഫേവറാണ് ദൈവം നമ്മുടെ മേൽ പകരുന്നത്. സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലുള്ള ജീവിതമല്ല, എന്നാൽ സൂപ്പർ നാച്ചുറൽ. കാരണം ഫിലിപ്പിയർ 4:19 ദൈവവചനം പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു വരും. കുറച്ചല്ല, പൂർണ്ണമായിട്ട് എല്ലാ ബുദ്ധിമുട്ടും മാറ്റും, എല്ലാ കാര്യങ്ങളും നടക്കും. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ, ആമീൻ, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചല്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചല്ല, തൻ്റെ ധനത്തിനൊത്തവണ്ണം ദൈവം തൻ്റെ ശക്തിക്ക് ഒത്തവണ്ണം യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് നമുക്ക് തീർത്ത് തരും. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സാരെഫാത്തിൽ ആ വിധവയെക്കുറിച്ച് കാണിക്കുന്നത്, തൻ്റെ കയ്യിൽ ഒരു കൈ മാവും ഒരു ഭരണിയിൽ അല്പം എണ്ണയും ഉള്ളു. എന്നാൽ ആ ദൈവത്തിൻ്റെ അദൃശ്യകരം തൻ്റെ മേൽ വന്നപ്പോൾ ത്രൂ ഔട്ട് ദി ആ സീസണിൽ തൻ്റെ ഭരണിയിലെ എണ്ണ കുറയുകയോ കലത്തിലെ മാവ് കുറയുകയോ ചെയ്തിട്ടില്ല. ആമേൻ. അപ്പം സൂപ്പർ നാച്ചുറൽ ആക്സിലറേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 ഇയേഴ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യേണ്ടതായ ലോൺ എന്ത് ചെയ്യുന്നു? 5 ഇയേഴ്സ് കൊണ്ട്, 8 ഇയേഴ്സ് കൊണ്ട് നാം ഫിനിഷ് ചെയ്യുന്നു. വിശ്വസിക്കുന്നുണ്ടോ? ലോൺ എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ട് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക. നിങ്ങൾ സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെ ആ ലോണിൻ്റെ പീരീഡിൽ അത് ക്ലോസ് ചെയ്യുന്നതല്ല. എന്നാൽ ദൈവം ഈസ് ഗോൺ ടു ആക്സിലറേറ്റ് സം സൂപ്പർ നാച്ചുറൽ ഫേവർ ദൈവം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ചില വർഷങ്ങൾ കൊണ്ട്, 20 ഇയേഴ്സിൻ്റെ ലോൺ 5 വർഷം കൊണ്ട്, 8 വർഷം കൊണ്ട് ഫിനിഷ് ചെയ്യത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിക്കുക. അതാണ് നെഹമ്യാവിൻ്റെ പുസ്തകം 6:15 വായിക്കുന്നത്. ഒരു പണി അറിയാത്ത, ഒരു ബിൽഡർ അല്ലാത്ത, ഒരു മേസ്തിരി അല്ലാത്ത നെഹമ്യാവ് മതിൽ പണിയാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ വായിക്കുന്നു, ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് 52 ദിവസം കൊണ്ട് എന്ത് ചെയ്തു? ഫിനിഷ്. അതാണ് സൂപ്പർ നാച്ചുറൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. വർഷങ്ങൾ എടുത്ത് പണിയേണ്ടതായ ആ മതിൽ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് 52 ദിവസങ്ങൾ കൊണ്ട് പണിയുന്നു. ആ ഒരു ശക്തിയാണ്, ആക്സലറേഷനാണ് ദൈവം, ആ സൂപ്പർ നാച്ചുറൽ വേഗം നമ്മുടെ മേൽ ദൈവം പറയുന്നത്. അതാണ് ഏലിയാവിൻ്റെ മേൽ 1 രാജാക്കന്മാർ 18:46 വായിക്കുമ്പോൾ അവിടെ നിന്ന് കാണിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ സൂപ്പർ നാച്ചുറൽ ആക്സലറേഷൻസ് വരുന്നത്. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആവന് മുമ്പായി ഓടി. ഇതിനൊക്കെ രാജകീയമായ കുതിരയ്ക്ക് മുമ്പാണ് ഏലിയാവ് ഓടുന്നത്. അപ്പം ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ ഒരു അദൃശ്യ ശക്തി നമ്മുടെ കയ്യിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? വളരെ വേഗം വരുന്നു, ആക്സലറേഷൻ വരുന്നു. മാനുഷിക നിലകളിൽ നമുക്ക് സാധിക്കാത്തത് എന്തിന്? ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ വരുമ്പോൾ. ഏലിയാവ് ആ കുതിരയ്ക്ക് മുമ്പായി ഓടിയതുപോലെ എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. ആ കൈ നമ്മുടെ മേൽ വരുമ്പോൾ നാം ജീവിതത്തിൽ അറച്ചറച്ച് നിൽക്കുന്നവരല്ല, നാം ജീവിതത്തിൽ ശക്തമായിട്ട് മുന്നേറും. ഞാൻ ആ സാഹചര്യം മുമ്പാകെ അറച്ചു നിൽക്കുന്നവനല്ല, എന്നാൽ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം എൻ്റെ മേലുണ്ട്. ഞാൻ അതുകൊണ്ട് ശക്തമായിട്ട് പോകുവാൻ വേണ്ടിയിട്ട് ഏലിയാവ് കുതിരയ്ക്ക് മുമ്പാകെ ഓടിയതുപോലെ അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാനല്ല, ആ ദൈവത്തിൻ്റെ ആക്സിലറേഷൻ വരുമ്പോൾ, ദൈവത്തിൻ്റെ അദൃശ്യകരം നമ്മുടെ മേൽ വരുമ്പോൾ നാം അൺസ്റ്റോപ്പബിൾ ആയിട്ട്, ചേർന്ന് പറഞ്ഞാട്ട്, ഐ വിൽ ബി അൺസ്റ്റോപ്പബിൾ. ഒരു മനുഷ്യനും നിയന്ത്രിക്കാൻ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ആക്സലറേഷൻ, ഒരു ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നെ ജീവിതത്തിൻ്റെ മറ്റ് നിലകളിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക്, ആരും കണ്ടിട്ടില്ലാത്ത, ഞാൻ പോലും ഇന്ന് വരെ സ്വപ്നം കണ്ടിട്ടില്ലാത്ത നിലകളിലേക്ക് എന്നെ വഴി നടത്തുവാനായിട്ട് ദൈവത്തിൻ്റെ അദൃശ്യമായ കരം എന്നോട് കൂടെയുണ്ടെന്ന് എത്ര പേര് ഇന്ന് രാത്രി കാലം വിശ്വസിക്കുന്നു? ഒരു മനുഷ്യൻ്റെ സിസ്റ്റവും നമ്മുടെ ഫ്യൂച്ചറിനെ, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ തടയുവാനായിട്ട് സാധ്യമല്ല. പലരും ചിന്തിക്കുന്നു ഇത് പൂർത്തീകരിക്കുവാനായിട്ട് അനേക വർഷങ്ങളെടുക്കും, ഇതൊരിക്കലും സംഭവിക്കത്തില്ല എന്ന് നാം വിധി എഴുതുന്നു. എനിക്ക് ഈ അവസരം നഷ്ടമായി, ഇത് എനിക്ക് ലഭിക്കുകയില്ല എന്ന് നാം വിധി എഴുതുമ്പോൾ, എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്ന ദൈവമാണ് നാം സേവിക്കുന്നതായ ദൈവം. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു,
ആമേൻ. അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സകലവും, ആമേൻ, വെറും ദിവസങ്ങളല്ല, വെറും മാസങ്ങളല്ല, വർഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടതായ കാര്യങ്ങളും ദൈവം ആക്സിലറേറ്റ് ചെയ്ത്, ആമേൻ, ഗോഡ് വിൽ റീഇൻസ്റ്റേറ്റ് വിത്തിൻ എ ഡേ, വിത്തിൻ എ അവർ. ഒരു മണിക്കൂർ കൊണ്ട്, ഒരു ദിവസം കൊണ്ട് നമുക്ക് ആലോചിക്കാം നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു ജസ്റ്റ് ഫേവർ, ദൈവത്തിൻ്റെ ഒരു അദൃശ്യക്കാരൻ നമ്മുടെ മേൽ വരുമ്പോൾ വർഷങ്ങൾ കൊണ്ട് നാം നഷ്ടപ്പെടുത്തിയതിനെ ഒരു നിമിഷം കൊണ്ട് തിരിച്ചു തരുവാനായിട്ട് ശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. വിശ്വസിക്കുന്നതിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ആമേൻ. യെശയ്യാവിൻ്റെ പുസ്തകം 54 അധ്യായം അതിൻ്റെ 17 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ആമേൻ. എനിക്കെതിരായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ടാലും ദാനിയേലിൻ്റെ 6:22 വായിക്കുന്നു, ദൈവത്തിൻ്റെ ഫേവർ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ സിംഹത്തിൻ്റെ വായടച്ച് അവൻ സമാധാനത്തോടെ അവിടെ കിടന്നുറങ്ങി. പത്രോസിനെ ജയിലിലാക്കിയിരുന്നുവെങ്കിലും അവനെ കാവൽ ചെയ്ത പടയാളികൾ വാളുമായിട്ട് കാവൽ നിന്നിരുന്നുവെങ്കിലും അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. എന്തുകൊണ്ട് അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങി? കാരണം അവനറിയാം, ഞാൻ ഇരമ്യാവിൻ്റെ പുസ്തകം 29 അധ്യായൻ്റെ 11 വായിച്ചതുപോലെ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നുള്ളൊരു വിശ്വാസം അവനുണ്ടായിരുന്നു. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 20 അധ്യായത്തിൽ യേശു അവനോട് പറഞ്ഞു, നീ വൃദ്ധനായിട്ട് കാലസമ്പൂർണ്ണത പ്രാപിച്ചതിന് ശേഷമേ നീ മരിക്കത്തോളം എന്ന് യേശു അവനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വചനം അവൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ജയിലിൽ ഇട്ടപ്പോൾ എന്ത് ചെയ്തത്? ആ ജയിലിൽ അന്നേരത്തെ സാഹചര്യത്തിൽ പരിഭവിക്കാതെ അവൻ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ ആ ജയിലറയിൽ കിടന്നുറങ്ങുവാനായിട്ട്, അതേ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളെ, ആ പ്രശ്നങ്ങളിൽ നാം മുങ്ങിപ്പോകുകയല്ല, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ചുകൊണ്ട് നാം ശക്തരായിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങുന്നവരായി തീരുവാൻ. ആമേൻ. യേശു പറയുന്നത് നാം സംശയിക്കാതെ യേശുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പോയി കഴിഞ്ഞാൽ നാം വെള്ളത്തിൽ മുങ്ങത്തില്ല എന്നാണ്. മത്തായിയുടെ സുവിശേഷം 14 അധ്യായൻ്റെ 31 വാക്യത്തിൽ യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അപ്പം അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറയുന്നത്. അപ്പം ജീവിതത്തിൽ സംശയങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നാം മുങ്ങത്തില്ല എന്നാണ് ഇന്ന് രാത്രികാലം ദൈവം നമ്മോട് പറയുന്നത്. ആമേൻ. വിശ്വസിക്കുക, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കാരണം യേശു നമുക്ക് വേണ്ടിയിട്ട് ഇന്നും മധ്യസ്ഥം ചെയ്യുന്നുണ്ട്. ഹീ ഇൻ്റർസീഡ് ഫോർ അസ്. റോമർ 8:34 ബൈബിൾ ഇപ്രകാരം പറയുന്നു, ശിക്ഷ വിധിക്കുന്നവർ ആർ? ക്രിസ്തുവേശു മരിച്ചവർ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പം നാം ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രശ്നങ്ങളുടെ മധ്യയായിരിക്കുന്നു. ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഈവൻ വി കനോട്ട് പ്രേ, നമുക്ക് പ്രാർത്ഥിക്കാൻ പോലുമായിട്ട് വായിൽ നിന്ന് വാക്കുകൾ വരത്തില്ല. ആ രീതിയിലുള്ളതായ പ്രയാസങ്ങളുടെ മധ്യ ചില സമയങ്ങളിൽ നാം വരാറുണ്ട്. കാരണം യേശു പറഞ്ഞത്, നാം ഈ ലോകത്തിൽ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ നേരിടാറുണ്ട്. ചില സമയങ്ങളിൽ പ്രാർത്ഥനയുടെ ശബ്ദം പോലും വായിൽ നിന്ന് വരാത്ത രീതിയിൽ നാം പ്രതികൂലത്തിൽ പ്രശ്നത്തിലായിരിക്കുന്നു. എന്നാൽ ആ സമയത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു നമുക്ക് വേണ്ടിയിട്ട് പക്ഷപാതം കഴിക്കുന്നു. വിശ്വസിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രാർത്ഥനാ ശബ്ദങ്ങൾ ദൈവത്തോട് അറിയിക്കാൻ കഴിയാത്ത നിലകളിലും യേശു നമുക്ക് വേണ്ടിയിട്ട് പക്ഷപാതം ചെയ്യുന്നു. ഹോളി സ്പിരിറ്റ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ പ്രാർത്ഥനാ ശബ്ദങ്ങൾ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നു. അപ്പം വിശ്വാസികൾ ആമേൻ നിരാശയെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ആമേൻ സാത്താൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിക്കുന്നത്, നീ മുങ്ങുകയില്ല, നീ തകരുകയില്ല, നീ പരാജയപ്പെടുകയില്ല, നീ ജീവിതത്തിൽ വിജയം പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ആമേൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതായ, ആമേൻ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തതായ അത്ഭുത പ്രവൃത്തികൾ നിങ്ങളിലൂടെ ഈ ഭൂമിയിൽ ദൈവം ചെയ്തെടുക്കുമെന്നാണ് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. സംതിങ് യു ഹാവ് നെവർ സീൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് ഐ ഹാവ് നെവർ സീൻ, ഐ നെവർ ഹേർഡ് അബൌട്ട് ഇറ്റ്. ഞാൻ ഒരിക്കലും കേൾക്കാത്തതോ ഒരിക്കലും അപ്രകാരം വരുമെന്ന് ചിന്തിക്കാത്ത കാര്യങ്ങൾ. യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായൻ്റെ 19 വാക്യം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സസ് 19, അവിടെ പറയുന്നത്, ബിഹോൾഡ് ഐ ആം ഗോയിങ് ടു ഡു എ ന്യൂ തിങ്. ഞാൻ ഇതാ പുതിയൊരു കാര്യം ചെയ്യുവാനായിട്ട് പോകുന്നു.
ആമേൻ. ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവം എൻ്റെ ജീവിതത്തിൽ 2026 ഒരു പുതിയ കാര്യം ചെയ്യുവാനായിട്ട് പോകുന്നു. ഇന്ന് വരെ എൻ്റെ കുടുംബത്തിൽ കണ്ടിട്ടില്ലാത്തതായി, ഇന്ന് വരെ എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ കണ്ടിട്ടില്ലാത്തതായി, എൻ്റെ നാട്ടുകാർ കണ്ടിട്ടില്ലാത്തതായ ആ ഒരു അത്ഭുത പ്രവൃത്തി 2026 ദൈവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളുടെ മേൽ ഈ വർഷം ചെയ്യുവാനായിട്ട് പോകുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഐ എം ഗോയിങ് ടു ഡു എ ന്യൂ തിങ്, സംതിങ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. നിങ്ങൾ ചിന്തിക്കുന്നതിനും ഭാവനയ്ക്ക് അതീതമായിട്ട്, ആമേൻ, ദൈവത്തിൻ്റെതായ അദൃശ്യകരം നമ്മോട് ഉള്ളത് കൊണ്ടാണ് ഇപ്രകാരം ഹാലരിക്കാൻ നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് നാം ജീവിതത്തിൽ അനുഭവങ്ങൾ കാണുന്നത്. പുറപ്പാട് പുസ്തകം 34 അധ്യായൻ്റെ 10 വായിക്കുന്നു, ഭൂമിയിൽ എങ്ങും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ദൈവം ഇന്ന് രാത്രികാലം നമ്മോട് പറയുന്നു, ഭൂമിയിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തതായി. വിശ്വസിക്കുക. നിങ്ങൾ 2026 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ചർച്ചിൽ ആയിരിക്കുന്നതായ സഭകളിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയും, ഞാൻ സ്വപ്നം കണ്ടവനെ പോലെ ആയിത്തീർന്നു. ഇന്ന് വരെ ഞാൻ ചിന്തിക്കാത്തതായിട്ട്, ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അനുഭവിക്കാത്തായ ആ വലിയ ഒരു സന്തോഷം, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഈ വർഷം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. വലിയൊരു അനുഗ്രഹം. ആമേൻ. പരാജയപ്പെട്ടതായ പത്രോസിനെ, ഹല്ലേലൂയ, പെന്തക്കോസ്തിൽ എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരാ രക്ഷിക്കപ്പെടുന്നത്. യോന പരാജയപ്പെട്ടെങ്കിലും അതുകൊണ്ട് അവന് ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. കംപ്ലീറ്റ് നിനവെ അവന്റെ പ്രസംഗം മൂലം പശ്ചാത്തപിച്ചു. ദാവൂദ്, ഡേവിഡ് പരാജയപ്പെട്ടെങ്കിലും അവന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇസ്രായേല് പരാജയപ്പെട്ടെങ്കിലും ദൈവം, ഹല്ലേലൂയ, അവരുടെ മേൽ വീണ്ടും വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, റിമൈൻഡ് ചെയ്യുകയും നിറവേറ്റുകയും ചെയ്യുന്നു. അതാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ. അൺസീൻ ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അൺസീൻ ഹാൻഡ്, അദൃശ്യമായ കരങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ മേലുണ്ടപ്പോൾ, ഹല്ലേലൂയ, സൈക്കിൾസ്, ഹല്ലേലൂയ, മാറുന്നു. ഹല്ലേലൂയ, അസാധ്യമായ വാതിലുകൾ തുറക്കുന്നു. നാം ചിന്തിക്കത്തായ ഡോറുകൾ നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നു. നഷ്ടപ്പെട്ടതായ സന്തോഷം, നഷ്ടപ്പെട്ടതായ സാമ്പത്തികം ദൈവം, ഹല്ലേലൂയ, തിരിച്ചു തരുന്നു. മറിഞ്ഞിരിക്കുന്നതായ, ഹല്ലേലൂയ, മന്നകൾ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടിയിട്ട് ദൈവം വർഷിക്കുന്നു. ആമേൻ. മുറിവുകൾ ദൈവം സുഖപ്പെടുത്തുന്നു. ആമേൻ. മരിച്ച സ്വപ്നങ്ങളെ ദൈവം പുനർജീവിക്കുന്നു. വാട്ട് യു തോട്ട് ഇസ് ജസ്റ്റ് ഡൈഡ്. ആമേൻ. ഹല്ലേലൂയ. മരിച്ചുപോയി എന്ന് നാം ചിന്തിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് നാം ചിന്തിക്കുന്നതായ കാര്യങ്ങൾ ഇന്ന് രാത്രികാലം ദൈവം പറഞ്ഞു, ദൈവം അത് പുനർജീവിക്കാൻ പോകുകയാണ്. ആമേൻ. രാത്രികാലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സദൃശവാക്യം 18 അധ്യായം അതിൻ്റെ 21 വാക്യത്തിൽ വായിക്കുന്നു, ഡെത്ത് ആൻഡ് ലൈഫ്സ് ആർ ഇൻ ദ പവർ ഓഫ് യുവർ ടങ്. ആമേൻ. ജീവനും മരണവും നമ്മുടെ നാവിൽ തന്നെ. നാം എന്ത് സംസാരിക്കുന്നുവോ, നാം എന്ത് വിചാരിക്കുന്നുവോ, നാം എന്ത് പറയുന്നുവോ, അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറഞ്ഞാട്ട്, ആമേൻ, സൗഖ്യത്തിന്റെ വാക്കുകൾ പറഞ്ഞാട്ട്, ആമേൻ, സ്റ്റാർട്ട് ഡിക്ലെയറിംഗ് ദ ഗ്രേഷ്യസ് ഹാൻഡ് ഓഫ് ഗോഡ് ഈസ് ഓൺ മീ. ദൈവത്തിന്റെ അദൃശ്യമായ കരം എൻ്റെ മേലുണ്ട്. ആമേൻ. സങ്കീർത്തന പുസ്തകം 5 അധ്യായം 12 വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ഹിസ് ഫേവർ സറൗണ്ട്സ് മീ ലൈക്ക് എ ഷീൽഡ്. ദൈവത്തിന്റെ, ഹല്ലേലൂയ, ഫേവർ എൻ്റെ മേലുണ്ട്. എല്ലാ, ഹല്ലേലൂയ, ചങ്ങലകൾ, എല്ലാ ചെയിൻസുകളും ഇന്ന് രാത്രികാലം പൊട്ടുകയാണ്. എല്ലാ ശാപങ്ങളും തകരുകയാണ്. എല്ലാ ലിമിറ്റേഷൻസ്, ഹല്ലേലൂയ, അത് മാറുന്നു. ദൈവത്തിന്റെ, ഹല്ലേലൂയ, ആത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഡിലേസ് മാറി ഈ ദിവസങ്ങളിൽ ഡിവൈൻ ആക്സിലറേഷൻസ് നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദൈവം സംഭവിക്കുന്നു. ആമേൻ. ഈ, ഹല്ലേലൂയ, ഗവൺമെന്റ് നിയമങ്ങൾ മാറി, ആമേൻ, അനുകൂലമായിട്ട് വന്ന, ഹല്ലേലൂയ, നിങ്ങളെ ചില പുതിയ മേഖലകളിലേക്ക് നടത്തത്തക്ക രീതിയിൽ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിച്ച അതേ ദൈവം തന്നെ, സിംഹങ്ങളുടെ വായ അടച്ച അതേ ദൈവം, ആമേൻ, അന്ധരുടെ കണ്ണുകൾ, ഹല്ലേലൂയ, തുറന്ന അതേ ദൈവം, ലാസറിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച അതേ ദൈവം, പത്രോസിനെ വീണ്ടും ഉയർത്തി അതേ ദൈവം, ആമേൻ, ദാനിയേലിനെ, ഹല്ലേലൂയ, സംരക്ഷിച്ച അതേ ദൈവം, യോസഫിന് സ്ഥാനക്കയറ്റം കൊടുത്ത അതേ ദൈവം, എസ്തേറിനെ കിരീടമണിച്ച അതേ ദൈവം, നിങ്ങളെയും അഭിഷേകം ചെയ്തിരിക്കുന്നു. അതേ ആത്മാവ്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ, ഹല്ലേലൂയ, നമ്മിൽ, ഹല്ലേലൂയ, പരിവർത്തിക്കുന്നു. അത്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരും. ദൈവത്തിന്റെ അദൃശ്യമായ, ഹല്ലേലൂയ, കരം ഓർച്ച് ഇന്ന് രാത്രികാലം പ്രഖ്യാപിച്ചാട്ട്, ദൈവത്തിന്റെ കൈ എൻ്റെ മേലുണ്ട്, ദൈവത്തിന്റെ അദൃശ്യമായ കരം എൻ്റെ മേലുണ്ട്. ഞാൻ ഭാഗ്യവാനാണ്. എന്നെ ആർക്കും ശപിക്കുവാനായിട്ട് കഴിയുമില്ല. എന്നെ ഒരു മനുഷ്യനോ, ഹല്ലേലൂയ, ശപിക്കുവാനായിട്ട് കഴിയില്ല. കാരണം ദൈവത്തിന്റെ അദൃശ്യമായ കരം എൻ്റെ മേലുണ്ട്. എൻ്റെ കാലതാമസം, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അത് ഭാഗ്യത്തിന്റെ സമ്പൂർണതയായി മാറുകയാണ്. എൻ്റെ നിരാശ ജീവിതത്തിൽ ആശയായിട്ട് മാറുകയാണ്. അതിൻ്റെ വിടുതലായിട്ട് മാറുകയാണ്. നിരാശകൾ മാറി സന്തോഷം, ഹല്ലേലൂയ, ഹല്ലേലൂയ, 2026 ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതായ, ആമേൻ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യാമെന്ന്. ഗോഡ് ഈസ് ഗോയിങ് ടു ഡു എ ന്യൂ തിങ് ഇൻ മൈ ലൈഫ്.
ചേർന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. ഈ വചനങ്ങളാൽ ഇന്ന് രാത്രികാലം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയത്തെ അനുവദിച്ചു തന്ന പ്രിയ ഹല്ലേലൂയ ദൈവദാസിക്കും പ്രിയപ്പെട്ടവർക്കും ദൈവം ധാരാളമായിട്ട് നന്മകൾ പകരട്ടെ. ആമേൻ.